പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഷൈനിൻ്റെ വീഡിയോ നിർത്തണം എന്ന് വിചാരിച്ചു തന്നു. നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനി ലോൺ എടുത്തിരിക്കുന്നത് 3 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നത് ഈ നോബി എന്ന് പറയുന്ന അറാം പറഞ്ഞവൻ്റെ തന്തയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അയാളെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യുവന്മാരുടെ കയ്യിൽ പൂത്ത പണമുണ്ട്, എന്നാലും ഒരു ലോണും കൂടി അങ്ങ് കിടക്കട്ടെ. എല്ലാ വീട്ടിലുള്ളൊരു പ്രശ്നമായത്. അതായത് സ്ത്രീകളെ പേരിൽ അങ്ങ് ലോൺ എടുത്ത് കൊടുക്കും. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞാൽ യുവന്മാർ അടക്കത്തില്ല. എല്ലാ സ്ഥലത്തും ഉള്ളൊരു പ്രശ്നമായത്. നിങ്ങൾ അല്ലെങ്കിൽ നോക്ക്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു അവസ്ഥയുണ്ടാകും. എല്ലാ ഭർത്താക്കന്മാരും പറയും, ബന്ധുക്കളും പറയും, എല്ലാവരും പറയും കുടുംബശ്രീന്ന് 25,000 എടുക്ക്, 20 എടുക്ക്, 15 എടുക്ക് എന്നൊക്കെ പറയും. പക്ഷേ ഇത് അടക്കാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ അടക്കോ? ഒരു കാരണവശാലും അടക്കൂല. എല്ലാവരും എല്ലാം പറയുന്നുണ്ടോ? ചില ആൾക്കാർ കൃത്യമായിട്ട് അടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുപോലെ ഇവരെ കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ലോൺ എടുപ്പിക്കും. കാരണം ഈ സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലോൺ കൊടുക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുഡൻസ്. ഇപ്പോൾ തമിഴന്മാർ പൈസ കൊടുക്കുന്നതാണെങ്കിലും ഈ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കും എന്നുള്ളതാണ്. ആഴ്ചക്ക് പിരിവിന് വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ആഴ്ചക്ക് ഈ ബൈക്കിൽ പിരിവിന് വരുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കൊടുക്കത്തില്ല, സ്ത്രീകൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ നല്ലോണം വാങ്ങിക്കുകയും ചെയ്യും. അതുപോലൊരു അവസ്ഥയിലാണ് ഈ ഷൈനിയും പെട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഷൈനി ഒരു കാര്യം ചെയ്തു. ഈ ഭർത്താവിൻ്റെ അച്ഛനെ അസുഖമായപ്പോഴേ ഒരു 3 ലക്ഷം രൂപ അങ്ങ് എടുത്തു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് തെറ്റിയില്ലേ. അപ്പോൾ തെറ്റി കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അതായത് ഈ ലോൺ ഇയാൾ അടക്കുന്നില്ല. ഇയാൾ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. കുടുംബശ്രീക്കാർ വിളിച്ചാലും ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ, ഈ ഷൈനിയുടെ പേരിൽ 2 വണ്ടിയുണ്ട്, ഒരു ഇൻഷുറൻസും ഉണ്ട്. അതിങ്ങോട്ട് മാറ്റി എഴുതി തന്നു കഴിഞ്ഞാൽ ഈ ലോണ് നമ്മൾ അടക്കാം എന്നാണ് ഈ നോബീൻ്റെ വീട്ടുകാരും ഇവരൊക്കെ പറഞ്ഞത്. കുറച്ച് ദിവസം മുമ്പ് ആ അമ്മച്ചി എന്തോ പറഞ്ഞല്ലോ. ആ അമ്മച്ചി വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ അവളെ മർദ്ദിച്ചിട്ടില്ല, അതുപോലെ എൻ്റെ മോൻ വളരെ ഡീസൻ്റാണ്, എൻ്റെ മോൻ പാവമാണ് എന്നൊക്കെ അമ്മച്ചി പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ സഹോദരനാണ് അവളെ പഠിപ്പിച്ചത് എന്നൊരു സഹോദരി പറഞ്ഞു. നാണമുണ്ടോ അമ്മച്ചി നിങ്ങൾക്ക്? ഉളുപ്പോ നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? അതായത് ഇങ്ങനെയുള്ള ഇവനെ പോലെയുള്ള ഒരു നികഷ്ട ജീവിയെ പെറ്റിട്ടത് തന്നെ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതായത് ഇവനെയൊക്കെ പെറ്റിട്ടിട്ട് വളർത്തിയത് ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. സമൂഹത്തോട് ചെയ്ത ഒരു വലിയ ദ്രോഹം. എന്നിട്ടും അവനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന പൊന്ന തള്ളെ, നിങ്ങൾക്ക് നാണോ മാനോ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഷൈനി എന്തുകൊണ്ടാണ് ലോൺ എടുത്തത്? ഷൈനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഷൈനി ലോൺ എടുക്കണ്ടായിരുന്നല്ലോ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ലോൺ എടുത്ത് കൊടുത്തില്ലെങ്കിൽ ഏത് വീട്ടിലായാലും സ്ഥിതി ഇതാണ്. ഓ, നീ ലോൺ എടുത്ത് കയറണ്ട, നീ എന്നാ ഇവിടെ കിടക്കുന്നൊന്ന് കാണണം. അതെങ്ങനെയാ? നിൻ്റെ അപ്പച്ചനല്ലല്ലോ, എൻ്റെ അപ്പച്ചനല്ലേ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ തുടങ്ങും. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവരും വിദേശത്താണ്, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൈസ ഇവരടക്കത്തില്ല, പൈസ കൊടുക്കത്തുമില്ല. കാരണം എന്താണ്? ഈ ഷൈനി എങ്ങനെയെങ്കിലും ഒരു കുടുക്കിലിടണം. അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കളിച്ച ഒരു നാറിയ കളി തന്നെയാണ്. ഏതായാലും അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യസമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീൻ്റെ അവരൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടാ, ഇനി ഏത് സ്ത്രീ ആയി കഴിഞ്ഞാലും ഏത് ആൾക്കാരായി കഴിഞ്ഞാലും മറ്റുള്ളവരുടെ ദയാകാരുണ്യം അതൊന്നുമില്ല. അതായത് അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ലോൺ അടച്ചിരുന്നു, നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് പിന്നീട് അടക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഈ നോബീൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. അതായത് നിങ്ങൾ തന്നെ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല. അതായത് സ്ത്രീകൾക്കായാലും എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇച്ചിരി കുറവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അടുത്ത സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കത്തില്ല. പക്ഷെ നേരെ മറിച്ച് വേറെ ഒരാളാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കും, ഒരാളാണെങ്കിൽ ഓൻ എഴുന്നേറ്റ് കൊടുക്കുവായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം അധികമായിട്ട് അവരങ്ങനെ ഏറ്റെടുക്കാറില്ല. അത് തന്നെയാണ് നമ്മൾ ആ ഒരു കുടുംബശ്രീൻ്റെ ആ ഒരു ഇതിലും കണ്ടത്. അവരും കുറച്ച് റഫായിട്ട് തന്നെയാണ് അന്ന് സംസാരിച്ചതെന്ന് ആ ഒരു സംഭാഷണം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഈ 3 ലക്ഷം രൂപ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ കോടീശ്വരന്മാരാണ്. പിന്നെ എന്തുകൊണ്ട് അടച്ചില്ല? അതാണ് ചോദ്യം. അതായത് ഇത്രയും ലോൺ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അടച്ചില്ല? അതായത് ഈ ഷൈനി മരിക്കാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നത് ഈ 3 ലക്ഷത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഷൈനി എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നേനെ. കാരണം ഇനിയും ഈ സ്ത്രീകളുടെ ഇടയിൽ കിടന്നിട്ട് എനിക്ക് നാണം കെടാൻ കഴിയില്ല. ഒത്തിരി നാണം കിട്ടു. അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ കുടുംബശ്രീ എന്ന് വിളിച്ച ആ ഒരു സ്ത്രീ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരൊക്കെ പ്രശ്നമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ കഴിഞ്ഞാൽ തനിക്ക് കുടുംബശ്രീയിൽ പോകേണ്ടി വരും, അവിടെ പ്രശ്നമാകും, തന്നെ നാണം കെടുത്തും, തനിക്ക് ആരും
3 ലക്ഷം രൂപ തന്ന് സഹായിക്കാനില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം അന്ന് രാത്രി തന്നെ അവർ പോയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള നിരന്തരമായിട്ടുള്ള അവഗണനകൾ, അതായത് സ്വന്തം വീട്ടിൽ തന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ പറയും മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോന്നോന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വഭാവം മാറും എന്നുള്ളതാണ്. അതായത് സ്വന്തം അപ്പൻ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അപ്പം തിരിഞ്ഞു നോക്കത്തില്ല. അപ്പന് ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് പൈസയുള്ള മക്കളെ മാത്രമേ വേണ്ടൂ, പൈസ കയ്യിലുണ്ട്. അയാൾ പലപ്പോഴും പറയുന്നില്ലേ, എൻ്റെ 3 മക്കൾ വിദേശത്താണ്, അവർ തരുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്നാണ് ഈ അപ്പം പോലും പറഞ്ഞത്. ഈ 3 മക്കളെന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സഹോദരിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. ഈ 3 മക്കൾ ഒരു 5000 വെച്ചിട്ട് കൊടുത്താൽ മതിയോടോ മാസം. 5000 വെച്ച് കൊടുത്തിട്ട് നീ എപ്പോഴും ജോലി കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചു തരൂ, കൂടെ പറപ്പല്ലേ എന്ന് കരുതിയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയും അതുപോലെ തന്നെ ഈ മക്കളും ജീവിച്ചിരുന്നേനെ. പക്ഷെ ഇവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ ഒരു പിടിച്ചു വലിച്ചു പോകുന്ന കാര്യങ്ങളും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കോ പൈലറ്റ് ഉണ്ടല്ലോ ഈ ട്രെയിനിൻ്റെ, അയാൾ പരമാവധി ഹോൺ അടിച്ചു, അതുപോലെ തന്നെ ബ്രേക്ക് ഇടാൻ നോക്കി, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ആ എളിയ കുഞ്ഞ് ആ ഒരു നിമിഷത്തിലും അവിടെ നിന്നും പിന്നെ കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതായത് അതിന് കൃത്യമായിട്ട് മനസ്സിലായി മരിക്കാനാണ് പോകുന്നതെന്ന്. അത് അവിടെ നിന്നും ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അമ്മ കൈവിട്ടില്ല. അത്രത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ മനസ്സ് മരവിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വന്തം വീട്ടുകാർക്ക് വേണ്ട, അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ട, പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു മനസ്സ് അവർക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തങ്ങൾ മൊത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോബിയുടെ വീട്ടുകാരും അതുപോലെ സ്വന്തം സഹോദരങ്ങളും തന്തയും തള്ളയും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. ഈ ഒരു മരണത്തിന് എല്ലാവരും ഉത്തരവാദികളാണ്. ഇവറ്റകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് എല്ലാവരെയും പൊക്കി കൊണ്ടുപോകണം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവറ്റകളൊന്നും ഇനി ഒരെണ്ണം പോലും ഇനി മനസമാധാനത്തിൽ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉറക്കത്തില്ല ഒറ്റയൊരുത്തിനെയും. അത്രത്തോളം ദ്രോഹം ഇപ്പോഴെല്ലാവരും മനസ്സിലായി തുടങ്ങി, കുറേശ്ശെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുള്ളവർക്ക് ഇത്രയാണ് വിഷമമെങ്കിൽ അവിടെ ഉള്ളിലുള്ളവർക്ക് നല്ല വിഷമം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഉമ്മാറൊന്നും ഉറങ്ങാൻ പോകുന്നില്ല. അതായത് ഇത് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു, ഇനി ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു പിന്നെ എന്താ പറയണ്ടേ മനസ്സിലൊരു കുത്തുണ്ടാവില്ലേ, ആ ഒരു കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്ത്രീകളോടാണ് പറയുന്നത്, ഏതവൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കാവൂ. അല്ലാതെ ഭർത്താവ് പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു, ഇവൻ പറഞ്ഞു, സ്വന്തം വീട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നിങ്ങൾ തന്നെയാണ് കെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ലോണിലും ഇതിലൊന്നും വീഴാതിരിക്കുക. അടക്കുന്നവരാന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ലോണിനെ കുറ്റമൊന്നും പറയുന്നതല്ല. പക്ഷേ മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, ഇത് അടക്കാൻ വേണ്ടി കാണിക്കാറില്ല. അതാണ് ഇത്രയും മാസമായിട്ട് ഈ നോബി എന്ന് പറയുന്നവന് ഇത് അടച്ചിട്ടില്ല. അവന് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു, അവൻ്റെ വീട്ടുകാർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതൊരു കുരുക്ക് തന്നെയാണ്, നല്ലൊരു കുരുക്കാണ് ഷൈനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പാതിരിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കന്യാസ്ത്രീകളും ഇവരൊക്കെയുള്ള കുടുംബമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇവറ്റകൾക്ക് ഒരാൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ഇവർക്കാർക്കും മനസ്സാക്ഷിയില്ല. ഇവരൊക്കെ പള്ളിയിലൊക്കെ പ്രസംഗിക്കുന്ന ആ ഒരു മനസാക്ഷി മാത്രമേ ഉള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ കേസിന് വേണ്ടി പോവുകയാണെന്നാണ് പറയുന്നത്. അനാവശ്യമായിട്ട് സഭയെ ഇതിൻ്റെ അകത്ത് വലിച്ചിടുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപന്തിയിൽ പള്ളിയുടെ എല്ലാ കാര്യത്തിലും പള്ളിയിൽ പോകാനും പള്ളിയുടെ എല്ലാ ഇതിലും മുൻപന്തിയിൽ ഷൈനിയും മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നപ്പോഴേ ഇവരാരും ഇടപെട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇടപെടത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല എന്ന പിടിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിയുടെ കുടുംബത്തിനുണ്ട്. നോബിയുടെ കുടുംബത്തെ ആർക്കും പിണക്കാൻ കഴിയില്ല. ഇന്നലെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യം പറയുമ്പോഴും എനിക്ക് കുറച്ചൊക്കെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോബിയുടെ കുടുംബത്തെ പിണക്കാൻ അദ്ദേഹവും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതെനിക്ക് മാത്രം തോന്നിയതാണ്, നിങ്ങൾക്ക് തോന്നണമെന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് വേണം, കമൻറ്റ് നിങ്ങളുടേതാണ്, അത് നിങ്ങൾ ചെയ്യുക. നന്ദി, നമസ്കാരം.